ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പാലരൂപത ബൈബിൾ അപ്പോസ്തലേറ്റിൽ നിന്നും ഏവർക്കും സ്നേഹാന്വേഷണങ്ങൾ. വീണ്ടും ഒരു ലോഗോസ് കാലം കൂടി വരവായി. നമ്മുടെ ഈ വർഷത്തെ ലോഗോസ് ക്വിസ് വരുന്നത് സെപ്റ്റംബർ മാസം 27-ാം തീയതി ഞായറാഴ്ചയാണ്. നമ്മുടെ ലോഗോസ് ക്വിസിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം 15-ാം തീയതിയോടുകൂടി നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്. നമ്മുടെ കുട്ടികളുടെയും അതുപോലെ മുതിർന്നവരുടെയും ഒക്കെ പേര് വിവരങ്ങൾ കളക്ട് ചെയ്ത് ഈ മാസം 15-ന് ശേഷം നമുക്ക് അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഒക്കെ എണ്ണം കുറഞ്ഞു വരുന്നത് കൊണ്ട് നമ്മുടെ രൂപതയിൽ ആകെ മൊത്തം ലോഗോസ് ക്വിസ് എഴുതുന്നവരുടെ എണ്ണം ഓരോ വർഷവും ക്രമാതീതമായി കുറഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു വർഷം നമുക്കറിയാം, ഇത് സമുദായ ശക്തീകരണ വർഷമാണ്. സമുദായ ശക്തീകരണ വർഷം പ്രമാണിച്ച് നമ്മുടെ പാലാരൂപത ബൈബിൾ അപ്പോസ്തലേറ്റിന്റെ ഒരു സ്വപ്നമാണ് നമ്മുടെ രൂപതയെ ഒരു സമ്പൂർണ്ണ ലോഗോസ് രൂപതയാക്കി മാറ്റുക എന്നുള്ളത്. അതായത് കുട്ടികൾ എല്ലാവരും തന്നെ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾ ലോഗോസ് ക്വിസ് എഴുതുക എന്നുള്ളത് നമ്മുടെ രൂപതയുടെ ഒരു പോളിസിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിലായിരിക്കുന്ന മുതിർന്ന ആളുകളെ കൂടി പരമാവധി ലോഗോസ് ക്വിസ് എഴുതുവാൻ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ വചനത്തോടൊരു ആഭിമുഖ്യം ആളുകളിൽ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ ഒരു സമുദായ ശാക്തീകരണ വർഷത്തിൽ പാലാരൂപത ബൈബിൾ അപ്പോസ്തലേറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെ മീറ്റിംഗിൽ നമ്മുടെ ലോഗോസ് ക്വിസിന്റെ നോട്ടീസും അതിന്റെ ബ്രോഷറും എല്ലാ പള്ളികളിലും എത്തിക്കുകയുണ്ടായി. നമ്മുടെ ഈ ഒരു ലോഗോസ് ക്വിസ് ഇത് 26-ാമത്തെ വർഷമാണ്. അത് തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായി. അത് ഒരു റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് സ്വീകാര്യമാണോ എന്നൊക്കെ ഒരു സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ലോഗോസ് ക്വിസ് നമ്മളെല്ലാവരും കേട്ടുമടുത്ത ഒരു വിഷയമല്ലേ എന്നൊക്കെ നിരവധി ആളുകൾ ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്കറിയാം, വചനം അത് എന്നും പുതിയത് തന്നെയാണ്. നമ്മുടെ ലോഗോസ് ക്വിസിന്റെ ഒരു പോളിസി അനുസരിച്ച് ഏതാണ്ട് 1000-നും 1050-നും ഇടയ്ക്ക് വചനങ്ങളാണ് നമുക്കൊരു വർഷത്തെ ആ ഒരു ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള ഭാഗങ്ങളുണ്ട്. നമ്മുടെ പഴയ നിയമത്തിലെ ഭാഗങ്ങൾ ഈ 26 വർഷങ്ങൾ കൊണ്ട് ഇതുവരെ അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഓരോ വർഷവും ഓരോ പുതിയ പുതിയ ടോപ്പിക്കുകളാണ് വരുന്നത്. പക്ഷെ നമുക്ക് പുതിയ നിയമം പല ആവർത്തി പൂർത്തിയായി വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആണ് നമുക്ക് അതിന്റെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വർഷം 1000-നും 1050-നും ഇടയ്ക്ക് വചനങ്ങളാണ് നമുക്ക് പഠിക്കാൻ ലഭിക്കുക. അങ്ങനെ ഓരോ വർഷവും പോർഷൻ മാറി മാറിയാണ് വരുന്നത്. നമ്മൾ പരമാവധി കുട്ടികളെയും അതുപോലെ മുതിർന്നവരെയും വീടുകളിലായിരിക്കുന്നവരെയെല്ലാം ഈ ഒരു ലോഗോസ് ക്വിസ് എഴുതാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ലോഗോസ് ക്വിസിലൂടെ നമ്മൾ വചനം പഠിച്ച് ഈശോയുമായി കൂടുതൽ അടുക്കുവാൻ, വിശുദ്ധത്വത്തോടൊരു താല്പര്യം ജനിപ്പിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി പരിശ്രമിക്കാം. എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. താങ്ക് യു.